നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നഴ്സിംഗ് എന്നൊരു മേഖലയോട് താല്പര്യമുള്ള പെൺകുട്ടികൾ മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. സേനയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ആപ്റ്റായ ഒന്നാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്, MNS എന്നറിയപ്പെടുന്നു. അപ്പോൾ ആ മിലിറ്ററി സർവീസിലേക്കുള്ള BSc നഴ്സിംഗ് 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ്, എന്തൊക്കെയാണ് അതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ്, ഫീ എങ്ങനെയാണ്, എങ്ങനെ അപേക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പെട്ടെന്നൊന്ന് നോക്കാം. സോ നമുക്ക് ഇതാണ് www.joinindianarmy.nic.in ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സർക്കുലർ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഓൺലി. ഞാൻ പറഞ്ഞു, പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അവിവാഹിതരായ സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെയാണ് ഇത് ആപ്ലിക്കേഷൻ പ്രിഫർ ചെയ്യുക. 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കാണ് 2021 ആരംഭിക്കുന്നത്. അറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഓഫ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസ്. പണ്ടിത് AFMC എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിലേക്കുള്ള BSc നഴ്സിംഗ് കോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 4 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും, മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ നോക്കും, ഓരോ കോളേജിലത്തെ വേക്കൻസി ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അഡ്മിഷൻ നടക്കുക. മറ്റൊന്ന്, സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഷോൾ എക്സിക്യൂട്ട് ആൻ എഗ്രിമെന്റ് ഓർ ബോണ്ട് ടു സെർവ് ഇൻ ദ മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഇപ്പൊ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇത്ര വർഷം നമ്മൾ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ബോണ്ട് നമ്മൾ അവിടെ നൽകേണ്ടതുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡഡ് പെർമനന്റ് ഓർ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇൻ ദ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അവരുടെ കണ്ടീഷൻസിന് വിധേയമായിട്ട് നമുക്ക് ഈ ഷോർട്ട് സർവീസിലേക്ക് അല്ലെങ്കിൽ പെർമനന്റ് സർവീസിലേക്ക് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതായിരിക്കും. ദെൻ നമ്മൾ ആ ട്രെയിനിങ് മുഴുവനാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞിരിക്കുന്നത് തെറ്റിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദേ ഹാവ് ടു റീഫണ്ട് ദി ബോണ്ട് മണി. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള ആ ബോണ്ട് മണി എത്രയാണോ അത് നമ്മൾ റീഫണ്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതില് നമുക്ക് ഈ ഒരു കോഴ്സിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡ്യൂറിംഗ് ട്രെയിനിങ് ദേ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ഫ്രീ റേഷൻ, അക്കോമഡേഷൻ, യൂണിഫോം അലവൻസ് ആൻഡ് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആസ് പെർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് ആർ അമെൻഡഡ് ഫ്രം ടൈം ടു ടൈം. നമുക്ക് ഭക്ഷണവും താമസവും യൂണിഫോമും അതുപോലെ തന്നെ മന്ത്ലി സ്റ്റൈപ്പൻഡും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് നമുക്ക് ഫണ്ട് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ പിന്നെ ആ ഒരു ബോണ്ട് എഗ്രിമെന്റ് നമ്മൾ വയലേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. Then subsequent to passing the final university BSc നഴ്സിംഗ് നഴ്സിംഗ് കോഴ്സ് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് കമ്മീഷൻ ചെയ്യുക ഈ സർവീസിലേക്ക്. നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് കൂടി നോക്കിയിട്ടായിരിക്കും കമ്മീഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ രീതിയിൽ അഡ്മിഷൻ കിട്ടുന്ന ആ നഴ്സിംഗ് കോളേജസ് ആണ് AFMC പൂനെ ഉണ്ട്, കൊൽക്കത്ത, ദെൻ അശ്വിനി, ന്യൂഡൽഹി, ലക്നൌ, ബാംഗ്ലൂർ. ഈ 6 ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കാണ് ഇത് പ്രകാരമുള്ള അഡ്മിഷൻ. ഓരോ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച്. ഇപ്പൊ 6 ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കാണ് സീറ്റുകൾ ഇത്രയാണ്. മോഡ് തിരഞ്ഞെടുക്കുന്ന രീതി ഇങ്ങനെയാണ്. നമുക്കത് കഴിഞ്ഞാൽ നമ്മൾ സേനയിലേക്ക് കമ്മീഷൻ ചെയ്യാണ്, MNSലേക്ക് കമ്മീഷൻ ചെയ്യാണ്. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ. മറ്റൊന്ന്, എലിജിബിലിറ്റി. ആർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക? ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹു ആർ അൺമാരീഡ്, ഡിവോഴ്സ്ഡ്, legally separated, widow,
വിത്തൗട്ട് എൻകംബ്രൻസസ്, അതായത് ബാധ്യതകളില്ലാത്ത, പിന്നെ വിഡോസ് ആവാം, സെപ്പറേറ്റഡ് ആവാം, ഡിവോഴ്സ്ഡ് ആവാം, അൺമാരീഡ് ആവാം. അപ്പൊ ഫീമെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് 1 ഒക്ടോബർ 96 30 സെപ്റ്റംബർ 2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ +2 അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% അഗ്രിഗേറ്റ് മാർക്ക്. അതായത് +2 സയൻസ് എന്ന് നമുക്ക് പറയാം. അവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആൻഡ് ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. 50% കുറയാത്ത അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം. റെക്കഗ്നൈസ്ഡ് ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോഡി നടത്തുന്ന എക്സാം ആയിരിക്കണം. അത് നമുക്ക് ഇപ്പോ ഫൈനൽ ഇയർ, സെക്കൻഡ് ഇയറിന് അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്കും ഓൾറെഡി ക്വാളിഫൈഡ് ആയ കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുന്ന കുട്ടികൾ അവരുടെ പ്രൂഫ് ഓഫ് പാസിംഗ് ക്വാളിഫയിങ് എക്സാമിനേഷൻ പിന്നീട് സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കൂടിയുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ്, അത് അതിന്റെ ഒരു ആസ് പെർ സ്റ്റാൻഡേർഡ്സ് കമ്മീഷൻ പറയുന്ന രീതിയിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് കൂടി നോക്കുന്നതായിരിക്കും. എക്സ്റേ എക്സാമിനേഷൻ ഓഫ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ പെൽവിസ് വിൽ ബി ഡൺ. Minimum height required for entry into armed force for female candidates is 152 centimeter. Then ചില ഒരു എക്സെപ്ഷണൽ കേസുകൾ പറയുന്നുണ്ട് ഹൈറ്റ് ഓഫ് 148. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ joinIndianArmy.nic.in എന്നുള്ള സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ indianarmy.gov.in എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സെലക്ഷൻ പ്രോസസ്സ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. 150 മാർക്കിന്റെ 90 മിനിറ്റ്സ് ഡ്യൂറേഷൻ ഉള്ള ഒരു എക്സാം ആയിരിക്കും. അത് ഓൺലൈൻ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഏപ്രിൽ ആവാനാണ് ലൈക്ലി ടു ബി ഹെൽഡ് ഓൺ ദ മന്ത് ഓഫ് ഏപ്രിൽ. അപ്പൊ അതിലുണ്ടായിരിക്കുന്നത് ജനറൽ ഇംഗ്ലീഷിന് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ജനറൽ ഇന്റലിജൻസ് 50 മാർക്ക്, സയൻസ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അത് 50 മാർക്കും. അങ്ങനെ ടോട്ടൽ 150 മാർക്ക്. നമുക്ക് സമയം 1.5 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. ഇത് അതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഇൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളായിട്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് അവർ അറിയിക്കും. ദെൻ അത് ക്വാളിഫൈഡ് ആവുന്ന ആളുകളെയാണ് ഇന്റർവ്യൂ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ അവർ കോൾ ഫോർ ചെയ്യുക. അവരെ സെലക്ട് ചെയ്തവരെ. ദെൻ അത് ജൂണിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ സെന്ററുകൾ ഏതൊക്കെയാന്നുള്ളത് സെലക്ടഡ് സെന്റേഴ്സിലായിരിക്കും. ഇന്റർവ്യൂവിന് വെയിറ്റേജ് ഓഫ് 100 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അത് രണ്ടും ഡിക്ലെയർ ചെയ്യുന്ന ആളുകൾക്കാണ് നെക്സ്റ്റ് നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ദെൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ അത് കഴിഞ്ഞ ശേഷമാണ് ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും ഇന്റർവ്യൂവും കഴിഞ്ഞിട്ട് അവരുടെ മെഡിക്കൽ ഫിറ്റ്നസും കൂടി നോക്കിയിട്ടായിരിക്കും ഓരോ കോളേജിലെയും വേക്കൻസിക്ക് അനുസരിച്ചായിരിക്കും നമുക്കുള്ള ചാൻസുകൾ വരിക. സീറ്റ് റിസർവേഷനൊക്കെ അതിൻ്റെതായ രീതിയിലുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ടെസ്റ്റ് സെന്റേഴ്സ് candidates are requested to choose the 3 examination centers in order of preference from the list of centers. നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സിൽ നിന്നും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് 3 എക്സാം സെന്റേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെന്റർ ഏതാണോ അതിനാണ് പ്രാധാന്യം. അതില്ലെങ്കിൽ സെക്കൻഡ്, തേർഡ് ആ രീതിയിലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും എക്സാം സെന്റേഴ്സ് പിന്നീട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതല്ല. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ ഫീസ് അടയ്ക്കേണ്ടതും ഓൺലൈനിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ജോയിൻ ഇന്ത്യൻ ആർമി എന്ന സൈറ്റിൽ നിന്ന് കൂടെയാണ്. നിങ്ങൾ 17 ഫെബ്രുവരി അതായത് ഇന്ന് തൊട്ടിട്ട് മാർച്ച് 10-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് സമയം. അപ്പൊ നിങ്ങൾക്ക് ആ സൈറ്റിലൂടെ കയറിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എലിജിബിൾ കാൻഡിഡേറ്റ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റുള്ള ഡീറ്റെയിൽസും എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീഷൻ ഓഫ് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള വിൽ ബി ജനറേറ്റഡ് ഫോർ ദി ഫ്യൂച്ചർ കറസ്പോണ്ടൻസ് റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് 5 മണി വരെ, 10-ാം തീയതി 5 മണി വരെയാണ്.
ദെൻ നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിറ്റ് കാർഡ് ഇതേ സൈറ്റിൽ നിന്നും ഏപ്രിൽ 2ാം വാരത്തോടു കൂടി ലഭിക്കുമെന്നാണ്. പോസ്റ്റലായിട്ട് വരില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു റെഫറൻസ് നമ്പർ നിങ്ങളത് പിന്നീടുള്ള കറസ്പോണ്ടൻസിന് വേണ്ടി സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, ബാങ്ക് ഡീറ്റെയിൽസ് പേയ്മെന്റ് സക്സസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. Then take the printout of the payment receipt and read it carefully before final submission of the online application form. Okay. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ +2 ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് നമ്മൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നിങ്ങൾ സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് ക്വാളിഫൈഡ് ആണ് എന്നുള്ളതിന്റെ പ്രൂഫ് വേണം. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കറസ്പോണ്ട് ചെയ്യേണ്ട അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഓൺലൈനായിട്ടാണ്. മാർച്ച് 10ാം തീയതിക്ക് മുൻപായിട്ട് അപേക്ഷിക്കണം. ഫീസും ഓൺലൈൻ പേയ്മെന്റ് ആണ്. joinindianarmy.nic.in എന്ന സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. +2 സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചു കഴിഞ്ഞതുമായ കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കുക. ഒരു പെൺകുട്ടികൾക്കുള്ള ഒരു മികച്ച ഒരു ഓപ്ഷനായിട്ട് തന്നെ കണക്കാക്കാവുന്ന ഒന്നാണ് MNS. അപ്പൊ നമുക്ക് അതിലേക്ക് നഴ്സിംഗും അതുപോലെ തന്നെ പാർട്ട് ഓഫ് ഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളും പെൺകുട്ടികളും തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ മറ്റൊരു കോഴ്സും മറ്റൊരു എക്സാമിൻ